നടി ലക്ഷ്മി മേനോൻ പ്രതിയായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റിലായ മിഥുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളെന്ന് പോലീസ്. 2023 തൃശൂരിൽ നടന്ന സ്വർണ്ണ കവർച്ചാ കേസിലും മിഥുൻ പ്രതിയാണ്. മറ്റ് പ്രതികളുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസിൽ ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ആവശ്യമെങ്കിൽ നടിയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നടി ഉൾപ്പെടുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നായിരുന്നു IT ജീവനക്കാരന്റെ പരാതി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നിലവിൽ ഈ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്, പക്ഷേ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിനിടെയാണ് ഇവരോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മിഥുനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നത്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്, മുൻപ് ഒരു സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതിയാണ്. എന്താണ് ഈ ലക്ഷ്മി മേനോനും ഈ മിഥുനും, ഈ കേസിലെ പ്രതിയായിട്ടുള്ള മിഥുനും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? എന്തിനായിരുന്നു എത്തിയത്? ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇക്കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കാരണം ഇതിൽ വ്യക്തത വരുത്തുന്നതിന് ഇവരെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേര് അനീഷ, മിഥുൻ, അതോടൊപ്പം തന്നെ സോന, ഈ 3 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 4ാമത്തെ ആളാണ് ഈ ലക്ഷ്മി മേനോൻ നിലവിൽ ഒളിവിലാണ്. ഇവരെ പോലീസിന് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു ചോദ്യം ചെയ്യലിനടക്കം പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. എന്തായാലും ഇവരെ ഈ റിമാൻഡിൽ കഴിയുന്നവരെ ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണത്. മിഥുനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ഒരു സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഒരാളെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മിഥുനെ സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ 2023 ഇയാൾ ഒരു സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റായിരുന്നു. അതിലൊരു പ്രധാന പ്രതികൾ 4 പേരടങ്ങുന്നൊരു സംഘമായിരുന്നു അത് നടത്തിയത്. അതിൽ പ്രധാന പ്രതി മിഥുനായിരുന്നു. തൃശ്ശൂരിലെ ഈ സ്വർണ്ണ വ്യാപാരികളുണ്ട്, സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ടാക്കുന്നവർ, അവരെ കോഴിക്കോട് ജ്വല്ലറിയിലേക്ക് പോകുന്ന ഒരാളെ, അവരുടെ സ്വർണ്ണമായി പോകുന്ന ഒരാളെയാണ് അയാളെയാണ് തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ അറസ്റ്റിലായിരുന്നു. പിന്നീട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇയാൾ പറവൂർ സ്വദേശിയാണ്, ഇവിടെ നിന്ന് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് മാറുന്നത്. അപ്പോൾ എന്താണ് അതിനൊരു സാഹചര്യം? മാത്രവുമല്ല, ഇത്രയ്ക്ക് അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ, അയാൾക്ക് ഈ സംഘത്തിൽ എന്താണ് റോൾ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്മി മേനോനെ വിശദമായി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സംസാരിക്കാനോ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. നിലവിൽ അവരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം 18-ന് ഹർജി പരിഗണിക്കും വരെയാണ് ഈ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. പോലീസ് നിലവിൽ ആലോചിക്കുന്നത് ഇവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംഘവുമായി ഇവർക്ക് എന്താണ് ബന്ധം, ഇവരവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തെളിയണമെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ ഹർജി എതിർത്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനിരിക്കുകയാണ്. കോടതി ഈ കാര്യത്തിൽ എന്തു പറയുന്നു എന്നതെല്ലാം തന്നെ ഇതിനെ ആശ്രയിച്ചിരിക്കും. ഒരുപക്ഷെ അവർക്ക് ഇളവ് നൽകുകയാണ്, അവർക്ക് മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കുകയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിനു മുൻപ് ഈ കോടതിയിൽ ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിൽ ഇവരെ വിളിച്ചു വരുത്തണമോ എന്ന കാര്യത്തിലും 2 അഭിപ്രായമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. പക്ഷെ അപ്പോഴും വളരെ ദുരൂഹമായി തുടരുന്നത് ഈ സംഘത്തിൽ ഈ ലക്ഷ്മി മേനോന് എന്താണ് കാര്യമെന്നതാണ്. ഈ ഒരു നടിയാണ്, അറിയപ്പെടുന്ന ഒരാളാണ്, അവർക്ക് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ്. ഈ ബാറിൽ പരസ്യമായി അടിയുണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അറിയാം. ഈ വാഹനം തടയുന്നു, അകത്തിരിക്കുന്ന ആളെ ചീത്ത വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് നോർത്ത് പാലത്തിന് വെച്ച് ആ വാഹനം വീണ്ടും തടഞ്ഞു നിർത്തി അതിൽ നിന്ന് ആളെ വലിച്ചിറക്കിയാണ് ഈ മിഥുനും സംഘവും കൊണ്ടുപോകുന്നത്. അതിനുശേഷം മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം എന്നതടക്കമെല്ലാമാണ് പോലീസ് പരിശോധിക്കുന്നത്. വ്യക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുകയാണ്. അതിൽ ഹൈക്കോടതി ഇളവ് നടി ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് പരാതിക്കാരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തി തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ പരാതിക്കാരനെതിരെ ഉണ്ട്. കുറ്റകൃത്യത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ബന്ധമില്ല എന്നാണ് ഈ നടി കോടതി നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പരാതിക്കാരിതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി മുന്നോട്ട് പോയാൽ ഇത്തരം ഈ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്ന
രീതിയിൽ നടിയും മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി അത് പരാതിക്കാരനും തിരിച്ചടിയാകില്ല. ആ രീതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഈ ആക്രമണം നടത്തിയത്? അതായത് പെട്ടെന്നുള്ളൊരു പ്രകോപനം, അതിനപ്പുറം ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള ഒരാക്രമണം ആയി ഇതിനെ കാണുന്നുണ്ടോ? അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ ഈ ഒരു രീതിയിലുള്ള ലൈംഗിക അധിക്ഷേപം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണം എന്നാണോ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്? ടോം, ഇക്കാര്യത്തിൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് പ്രാഥമികമായ ഒരു വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അതിൽ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം അതിനകത്ത് വെച്ച് ഈ രണ്ട് സംഘങ്ങളും തമ്മിൽ, ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ എപ്പോഴാണ് ഈ സംസാരത്തിൻ്റെ ഒരു താളം തെറ്റുകയും പിന്നീട് അത് ഒരു തള്ളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു. അത്തരം വാക്ക് തർക്കങ്ങൾ പിന്നീട് ആ പബ്ബിന് പുറത്തിറങ്ങിയ ശേഷവും ഇത് തന്നെ തുടർന്നു. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടുകൊണ്ട് ഇവരെ പറഞ്ഞു വിടുകയായിരുന്നു. പക്ഷെ അതിലും മതിയാകുന്നില്ല. അപ്പോൾ ഈ പോയ വാഹനത്തെ, ഈ പരാതിക്കാരനായ ആലുവ സ്വദേശിയായ ഇവരുടെ വാഹനത്തെ അവർ എറണാകുളം നോർത്ത് പാലത്തിന് സമീപം വെച്ചാണ് കാറ് കുറുകിയിട്ടുകൊണ്ട് അത് വീണ്ടും ബഹളമുണ്ടാക്കുകയും അയാളെ വലിച്ചിറക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. പിന്നെ ഇവരവിടെ നിന്ന് പോവുകയായിരുന്നു, അയാളെയും കൊണ്ട് പോവുകയായിരുന്നു. അയാൾ വലിയ രീതിയിൽ തന്നെ പറവൂർ ഭാഗത്തെല്ലാം തന്നെ മർദ്ദിച്ചു വെച്ചിട്ട് അയാൾ അവിടെ പറവൂർ ഭാഗം കണ്ട് അയാളെ ഇറക്കി വിടുന്നുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അതിനകത്ത് വെച്ച് ഉണ്ടായ സംഭവങ്ങൾ ഇത് മാത്രമാണോ? ഇവർക്ക് മറ്റേതെങ്കിലും രീതിയിൽ പരിചയങ്ങളുണ്ടോ? നിലവിൽ പരിചയങ്ങളില്ല എന്നാണ് പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് സ്വാഭാവികമായും ആ ഭാഗം കൂടി അന്വേഷിക്കേണ്ടി വരുന്നു. അതിലേതെങ്കിലും രീതിയിലുള്ള തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ആ സമയത്ത് തന്നെ പോലീസ് അവരുടെ ഈ കാര്യങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ അവരുടെ ഫൈൻഡിങ്സ് കൂടി അന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെടും. എന്തായാലും അതുവരെയും അറസ്റ്റ് ചെയ്യില്ല, രേഖപ്പെടുത്തേണ്ടതില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന് മുൻപായി ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കും. അതോടൊപ്പം തന്നെ ഈ റിമാൻഡിലായവരും ജാമ്യത്തിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവരും കോടതിയെ സമീപിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടാത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേർ ജീവനെടുക്കാനുള്ള കാരണമെന്ത്?